ബീഫ് കൊണ്ടാട്ടാണ് അല്ലി ചേച്ചി ഇനി ചെയ്യാൻ പോണത്. അല്ലി ചേച്ചിയുടെ പാചകങ്ങൾ ഞാൻ നോക്കിയിട്ടേ എവിടെയും കാണാൻ പറ്റില്ല. ഇനി വേറെ ഭംഗി കൂടേണ്ട ആവശ്യമില്ല. എല്ലാവരും വെച്ചോക്കിയോ, ധൈര്യമായിട്ട് വെച്ചോ ചേട്ടൻ പറഞ്ഞ പോലെ. അപ്പൊ അല്ലി ചേച്ചിയുടെ അടുത്ത പാചകത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ് കേട്ടാ. നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം എന്നാണ് എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവുക. ഞാനും ബീഫ് കൊണ്ടാട്ടം എന്ന് കേട്ടിട്ടില്ല. ഉണ്ടല്ലേ? പക്ഷെ നമ്മളത് കേട്ടിട്ടുമില്ല, ട്രൈ ചെയ്തിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ ബീഫ് കൊണ്ടാട്ടാണ് അല്ലി ചേച്ചി ഇനി ചെയ്യാൻ പോണത്. അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം പോലെയല്ല അല്ലേ? അല്ല, എളുപ്പമുള്ളവര് അല്ലല്ല, ഇത് യൂട്യൂബിലുണ്ട്. പക്ഷെ ഞാൻ എന്റേതായ രീതിയിൽ ചെയ്യണമെന്ന് മാത്രം. അല്ലി ചേച്ചിയുടെ പാചകങ്ങൾ ഞാൻ നോക്കിയിട്ടേ എവിടെയും കാണാൻ പറ്റില്ല. നമ്മള് മറ്റുള്ള സ്ഥലത്ത് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള സാധനം ഉണ്ടാവും, പക്ഷെ അതില് കുറച്ച് ഒരു അല്ലി ചേച്ചിയുടെ ഒരു കയ്യൊപ്പ് ചേർത്തിട്ടുണ്ടായിരിക്കും അതില്. എന്നിട്ടാണ് വരാ. അപ്പൊ അത് കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ചെയ്യാൻ പോവാണ് കേട്ടോ. പായം തന്നെ എന്താ ചെയ്യാൻ പോണേ? ഇത് 1 കിലോ ബീഫാണ്. ഇത് നമ്മൾ ഇതിലേക്ക് 1 കിലോ ബീഫാണ് എടുക്കണേ കേട്ടാ. കഴുകി നന്നായിട്ട് വാല വെച്ച് വെള്ളം കളഞ്ഞത് വേണം അല്ലേ? ഇല്ല, ഇതിലിപ്പോ വെള്ളം അത്ര വാർന്നു പോണമെന്നില്ല. നമ്മൾ കുക്കറിൽ വേവിക്കാനുള്ളതാ. വെള്ളം പോണമെന്നില്ല. ആദ്യം തന്നെ അതിലേക്ക് വിനാഗിരി ഒഴിക്കുന്നു കേട്ടാ. അടുത്തതായിട്ട് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്, കാശ്മീരി മുളക് പൊടി കേട്ടാ. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് കറിവേപ്പില. വേപ്പില ആവശ്യം പോലെ ഇടാം. കുറച്ച് വേപ്പിലയും പച്ചമുളക് ഉണ്ടായാലാണ് ഇതിനൊരു ഫ്ലേവർ കൂടുതൽ. കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഇഞ്ചി ചതച്ചത്. ഇനി ഇത് മിക്സ് ആക്കിയിട്ട് വേവിക്കാൻ വെക്കാം. ഇതെല്ലാം നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി പിടിപ്പിക്കുക. എന്നിട്ട് കുക്കറിൽ വേവിക്കുക. തിരുമ്പിയിട്ട് ഇങ്ങനെ എല്ലാം ചേർത്ത് വെക്കൊന്നും വേണ്ടല്ലോ? വേണ്ട, വെക്കൊന്നും വേണ്ട. നേരെ കുക്കറിലിടാം. അപ്പം ഇനി ഇത് ഇങ്ങനെ വെക്കൊന്നും വേണ്ട, മിക്സ് ആക്കിയിട്ട് നേരെ നമുക്ക് വേവിക്കാം. കുക്കറിലിടാൻ പോവാട്ടാ. നമ്മൾ വേവിക്കാൻ പോവാട്ടാ. അപ്പം ഇതിന് വേവട്ടെ. ഒരു 3-4 വിസിലടിച്ച് വേവണം. വിസിലൊക്കെ പോയിട്ട് ഇത് ഇങ്ങനെ കിട്ടാം. അപ്പം ഇതിൽ കണ്ട വെള്ളമുണ്ട്. ഇനി ഈ അടുപ്പിൽ തന്നെ വെച്ചിട്ട് തീ കത്തിച്ചിട്ട് ഈ വെള്ളത്തിനൊന്ന് വറ്റിച്ചെടുക്കണം. അതാണ് ഇനി അടുത്ത പണി. അപ്പം ആ കുക്കറിൽ ഉണ്ടായിരുന്ന ആ ഇറച്ചി അതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതാണ് കേട്ടത്. ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നു അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും കുറച്ചുകൂടി ഇടുന്നു, കളറിന് വേണ്ടി. സാധാരണ മുളക് പൊടിയിൽ ചേർത്തില്ല. കോൺഫ്ലോർ വേണം. പിന്നെ വേണ്ടത് കോൺഫ്ലോർ. ഈ സാധനങ്ങളെല്ലാം ചേർത്ത് മിക്സ് ആക്കാട്ടാ. കോൺഫ്ലോർ പോരാട്ടാ, കുറച്ചും കൂടി വേണം. നമുക്കത് ഇങ്ങനെ പരട്ടുമ്പോൾ നമുക്കറിയാലോ. കുറവാണെന്ന് തോന്നി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അല്ല, ഈ കൈ കണക്കാണ്, അതുകൊണ്ടാണ് ഇതിന്റെ അളവൊന്നുമില്ല നമുക്കിതിന്. ഒക്കെ എല്ലാം എൻ്റെ എല്ലാതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇത്ര സ്പൂൺ എന്നൊന്നുമില്ല. എല്ലാം നമ്മളിപ്പോ ഒരു വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. കഴിഞ്ഞു. ഇത് വറുത്ത് കോരി എടുക്കലാണ് ഇനി അടുത്ത പരിപാടി കേട്ടാ. പാത്രം ചൂടായി. അപ്പം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കേട്ടാ. ഓയിൽ ഒഴിക്കുന്നു. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ടവർക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യാം. ഞാനെപ്പോഴും ഇത് ഓയിൽ ചെയ്യാറ്. ഇത് ആ ഒരു എന്താ പറയാ, മൊരിഞ്ഞു കഴിഞ്ഞാൽ ഹാർഡാവണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിലിൽ ചെയ്യുന്നത്. നോക്കി നോക്കാം ചൂടായോ. ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചിടാം. അപ്പം എണ്ണ ചൂടായിട്ടാ. അപ്പം അതിലേക്ക് ഒറ്റയടിക്ക് കോരിടരുത്. ഇല്ല. ഇതിലിപ്പോൾ കളർ ചേർക്കേണ്ടവർക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം. ഞാൻ കളർ ചേർക്കാറില്ല. മതിയാ? മതി, കുറച്ച്.
ഇത് ചെയ്യുമ്പോൾ ബീഫ് നന്നായി വെന്തിട്ടുണ്ടാവണം കേട്ടാ. പിന്നെ ഇതിൽ നമുക്ക് ജസ്റ്റ് ഫ്രൈ ആയി എടുക്കാം അല്ലേ? അതെന്ന് വെച്ചാൽ വെന്തില്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും കഴിക്കുമ്പോൾ ഇവിടെ രണ്ട് ഭാഗം. ശരിയാ. എന്തോ ഹായ് ആരണാവോ സരിതക്കുട്ടി ഏന്ന് വിളിച്ചു, നല്ല പരിചയമുള്ള പോലെ. ഈ ഒരു മൊരിച്ചിൽ തന്നെ മതി. എത്ര ആയാൽ മതി കേട്ടാ, പെട്ടെന്ന് തന്നെ എടുക്കാം. കണ്ട എത്ര സമയം വേണ്ട, ആകെ 1 മിനിറ്റ്. നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഇടാം. അടുത്തതും കൂടി ഇതുപോലെ വറുത്ത് കോരി എടുക്കണു കേട്ടാ. വറുത്തത് ഇങ്ങനെയും തിന്നാ വെറുതെ, എല്ലാം ഉള്ളത് കൊണ്ട് ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ കുക്കറിൽ ഉണ്ടായിരുന്ന ആ ഇറച്ചി അതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതാണ് കേട്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പും ദേ വറുത്ത് കോരി എടുത്തു. നേരത്തെ കോരിയിട്ട് നമ്മൾ ദേ ഈ പാത്രത്തിലായിരുന്നു കേട്ടോ, അത് ഒരുമിച്ചിടാം. ഈ വറുത്ത ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഇനി അടുത്ത ഇതിന്റെ മിക്സിങ്ങും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോണം. അപ്പൊ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റുകയാണ് കേട്ടാ. ഇത്രയ്ക്ക് ഓയിലിന്റെ ആവശ്യമില്ല. തീ കത്തിച്ചു, എണ്ണ ചൂടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇട്ടു. എണ്ണ പിന്നെ നന്നായി ചൂടായിട്ട് തന്നെയാണ് കിടക്കുന്നത്. സബോള നല്ല പൊടിയായിട്ട് എരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് 2 സവോളയുണ്ട്. ഇത് 2 സവോളയുണ്ട് കേട്ടാ. സവോളയുടെ ഒക്കെ അളവ് വേണമെങ്കിൽ കൂട്ടാട്ടോ, നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് കൂട്ടാം. അല്ല അത് രസമാണ് അതിന്റെ കൂടെ അങ്ങനെ അതുകൊണ്ടാണ് പൊടിയായിട്ട് എരിഞ്ഞതാണ് കേട്ടാ. ചിക്കൻ കൊണ്ടാട്ടത്തിലേക്ക് നമ്മള് ചുവന്നുള്ളിയല്ലേ കൂടുതൽ ഉപയോഗിക്കുക. ചിക്കൻ കൊണ്ടാട്ടത്തിലേക്ക് വറുത്ത സവോളയാണ് ഉപയോഗിക്കുക. കൊണ്ടാട്ടത്തിൽ അന്ന് ഉള്ളി ചിക്കനാണ് വറുത്ത ചുമന്നുള്ളി പറഞ്ഞത്. കൊണ്ടാട്ടത്തിലേക്ക് എപ്പോഴും രണ്ടും പ്രിപ്പറേഷൻ രണ്ടും വേറെയാണ്. ചിക്കൻ്റെ കൊണ്ടാട്ടം വേറെ, ബീഫിന്റെ കൊണ്ടാട്ടം. പേരിൽ മാത്രം സാമ്യമുള്ളോട്ടാ, റെസിപ്പി ചെയ്യണതിലൊരു ഇതില്ല, സാമ്യമില്ല, വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഇതിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇതല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ചെയ്യണ പോലെ എന്തിൻ്റെ കൂടെ കഴിക്കണു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് വ്യത്യാസം വരും സാധനങ്ങൾ ചേർക്കണം. ഇങ്ങനെ തീ കുറയ്ക്കുക. അത് കഴിഞ്ഞാൽ പൊടികൾ ബാക്കി സബോള ഇട്ടിട്ടൊരു 1 മിനിറ്റ് ഒന്നും നമ്മൾ ഇളക്കിയിട്ടാ. എന്നിട്ട് ഇനി അതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്തു. ഉപ്പ് അടുത്തതായിട്ട് ഉപ്പ്, സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. ഈ സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മതി, കാരണം ബീഫിൽ ഉപ്പുണ്ടല്ലോ. മല്ലിപ്പൊടി വളരെ കുറച്ച്, മല്ലിപ്പൊടി വളരെ കുറച്ച്, പേരിന്. കുരുമുളക് പൊടി. അടുത്തതായിട്ട് കുരുമുളക് പൊടി. എന്നിട്ടാ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി വേണ്ട. നമ്മുടെ ഗരം മസാല. അടുത്തതായി ഗരം മസാലപ്പൊടി കുറച്ച്. ഇനി ആ ഇറച്ചി വറുത്തെടുക്കുക. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ച ഇറച്ചി ഇട്ടു. നന്നായിട്ട് ഇളക്കി മറയ്ക്കുന്നു. അതിനകത്ത് കശുനണ്ടി, ഇതിൽ 2 ഉണ്ട്. കശുനണ്ടി നുറുക്കുണ്ട്, കണ്ണ്. അതായത് ഇത് അണ്ടിപ്പരിപ്പിന്റെ ഇവിടെ ഒരു സാധനം ഉണ്ടാവില്ലേ, അത് സാധാരണ നമ്മൾ അരയ്ക്കാനൊക്കെയാണ് അത് കുറുമയിലേക്കും അതിനൊക്കെ അരയ്ക്കാനും ഉപയോഗിക്കാറ്. അതും കുറച്ചിടുന്നുണ്ട് കേട്ടാ. പച്ചമുളകും ഉണക്കമുളകും വേപ്പല. ഇനി പച്ചമുളക് എരിവില്ലാത്തതാന്നോണു. ഏത് മുളകാ? ഉണക്കമുളക്. ഉണക്കമുളകുണ്ട്. ഉണക്കമുളക് കുറച്ചിട്ടു. ബീഫ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഷടപടയെ തന്നെ ആവൂല്ലേ. ഭയങ്കര സ്പീഡിലാണ്. പിന്നെ കുറേ സമയം വഴറ്റാനും പിടിക്കാനും ഒന്നും വേണ്ട. എണ്ണ കുറവുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് എണ്ണ കുറവുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വറുത്ത്
വറുത്ത എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ നിന്ന് കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടാ. അമ്മേ ഭയങ്കര ഗ്ലാമറായി. ഇത് പെരിഞ്ചീരകവും ഉണക്കമുളകും, അത് ഇത്തിരി എരിവും ഉണ്ടാവും മുളക് പൊടിഞ്ഞേക്കണ കാരണം. ആ അത് ചേച്ചിയോട് പൊടിച്ചിരിക്കുന്നുണ്ടല്ലോ, ചേച്ചിയുടെ ഒരു പൊടിച്ച് വെക്കാറില്ല, അതാത് സമയത്ത് പൊടിച്ച് നല്ല മണം ഉണ്ടാവുള്ളൂ. ഉണക്കമുളകും പെരിഞ്ചീരകവും കൂടി ക്രഷ് ചെയ്തത് അത് കുറച്ചിട്ടു. ഈ ഉണക്കമുളക് മാത്രമായിട്ട് പൊടിച്ചത് ഇതൊരു കാണാനൊരു ഭംഗിക്ക് മാത്രമായിട്ട് ഇടണതല്ല. എരിവുള്ളതെല്ലാം തോന്നുന്നു അല്ലേ? എരിവുണ്ട്, എരിവിന് കുറവൊന്നുമില്ല, ഇതിങ്ങനെ കാണാനൊരു ഭംഗിയാണ്, ഭംഗിക്ക് മാത്രം. ഇനി പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസ് അതിന്റെ ഒക്കെ കൂടെ ആണെങ്കിൽ മാത്രം ഇതില് ടൊമാറ്റോ സോസ് ചേർക്കാം. തീകെടുത്താട്ടാ. ഇനി ആ ചേച്ചി ഇവിടെ ഒരു പാത്രം നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് ഇത് ഇടാൻ പോണാട്ടാ. അതല്ലാണ്ട് തന്നെ ഭംഗിയുണ്ട്, ഇനി വേറെ ഭംഗി കൂടേണ്ട ആവശ്യമില്ല. കാണാൻ ഭംഗിന്റെ ഉണ്ടാക്കല് സിമ്പിൾ ആണ് കേട്ടാ അല്ലെ? എന്ത് വേഗം ഉണ്ടാക്കല് കഴിഞ്ഞ് ബീഫ് വേവാൻ വേണ്ടി എടുത്തൊരു ടൈം അതാണ് അതിന്റെ എത്ര ഉള്ളു, അതിന്റെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഉണക്കം ഞാനിപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ചാടി വിടും. ഭയങ്കര ചൊടിയുള്ളതാണ് കേട്ടാ. അതെ ദൈവമേ, മറ്റേ ഞാൻ കഴിച്ചപ്പോഴേ ബാറിൽ പോലും ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ടച്ചിങ്സിന് നല്ലതാണ്. അതന്നെ വെയിലത്തൊക്കെ ഉണ്ടാവും കണ്ടുപോവാ. ഒരു ഘനഗംഭീരമായ സാധനമാണ് കേട്ടത്. ഞാൻ കഴിച്ചു, നല്ല ചൊടിയുള്ള നല്ല ഗംഭീര സാധനം. എടുത്ത് കഴിച്ചോട്ടാ, ഞാൻ വയലിച്ചിട്ടൊന്നുമില്ല. ഒരു സ്പൂൺ മതി. മതിയോ? നമ്മള് ഇത് കാണുമ്പോ വിചാരിക്കേ ഭയങ്കര മുറുക്കായിരിക്കും, ഇവിടെയൊക്കെ കഴക്കുന്നു. ഭയങ്കര സോഫ്റ്റാ, എന്നാ ഒരു ക്രിസ്പിനെസ്സും ഉണ്ട്. ഭയങ്കര എരിവാന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെ എരിവൊന്നുമില്ല. എരിവില്ലല്ലോ, ഈ കോൾഡ് കഴിഞ്ഞിട്ട് വായൊന്നും ശരിയല്ല. അല്ല, 1-2 സ്ഥലത്ത് പോയപ്പോ അങ്ങനെ ഒരു ഇത് പറഞ്ഞ ആദ്യമായിട്ടാണ് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ബെന്തറച്ചി തിന്നണേന്ന്. അപ്പൊ നമുക്കത് കേൾക്കുമ്പോ ഒരു സന്തോഷം. സോഫ്റ്റാ, നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കില്ല. ബാറിൽ കിട്ടും, നമ്മുടെ ഈ സൈഡ് കടക്കും നല്ല നീളത്തില്. എനിക്കറിയില്ല, എന്താ എന്നോട് ചോദിക്കുന്നു? ബാറിലെ കാര്യം എനിക്കറിയില്ല. തട്ടുകടലും വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ കത്തിക്കുക. എല്ലാവരും ചെയ്ത് നോക്ക്, ബീഫ് കഴിക്കുന്നവര് കേട്ടാ. മേലെ കുറച്ച് സബോള പോർക്കും ചെയ്യാൻ പറ്റും, ചെയ്യാറുണ്ട്. പക്ഷെ ഇത്ര ഡ്രൈ ആയിട്ട് കിട്ടില്ല. അതിനകത്തുനിന്ന് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ വന്നോണ്ടിരിക്കും, നമ്മൾ വറുത്ത് കഴിഞ്ഞാലും വന്നോണ്ടിരിക്കും. 65 പോലെ വറുത്ത് എടുക്കാറുണ്ട്. അത് ഫിംഗറായിട്ട് കട്ട് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് ഞങ്ങള് കോവിഡിന്റെ സമയത്ത് ഞങ്ങളിവിടെ തൂക്കത്തിന് കൊടുത്തിരുന്നു. അപ്പൊ ആളുകൾ രാത്രിയാകുമ്പോ വെള്ളം അടിക്കാൻ നേരമാകുമ്പോ ഓർത്തിട്ട് വിളിക്കും. അപ്പൊ ഞാൻ നിർത്തി പിന്നെ പരിപാടി. അല്ല, ഇത് മാത്രല്ല എല്ലാം ചിക്കനും ബീഫ് പോർക്ക് എല്ലാം നമ്മള് കിലോ റേറ്റ് കൊടുത്തിരുന്നു. അന്ന് വലിയ ഓർഡർ ഒന്നും ഇല്ലല്ലോ, കേറ്ററിംഗിന്റേതായ ഓർഡറുകളില്ല. അപ്പൊ ഇങ്ങനത്തെ ഓർഡറുകളല്ല, അപ്പൊ എല്ലാം എങ്ങനെയാ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നം. അല്ല, പിന്നെ നമ്മള് കേറ്ററിംഗിന്റെ അതിലേക്ക് വന്ന് ചെയ്യാനുള്ള ഇത് തുടങ്ങിയപ്പോ പിന്നെ അപ്പോഴും നമ്മളിതിന്റെ ഇടയിൽ കൂടെ ആൾക്കാർ വിളിക്കുക, 1/2 കിലോ കിട്ടുമോ, 1/4 കിലോ. പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ചെയ്യാനായിട്ട്. പിന്നെ നിർത്തിയ പരിപാടി. 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴാണ് വിളിക്കാത്, അപ്പോഴാണല്ലോ സമയം. അപ്പൊ ഇത്രയ്ക്കധികം നേരം ഇതല്ല, അത് മുഴുവൻ കഴിച്ചിട്ട് ഞങ്ങളുടെ കഴിയാറേ വായൊന്നും കഴിച്ചിട്ടില്ല. അടിപൊളി സാധനം. ഇങ്ങോട്ട് വെച്ച് നോക്കിയോട്ടാ കലകൻ. എല്ലാവരും വെച്ച് നോക്കിയോ, ധൈര്യമായിട്ട് വെച്ചോ, ചേട്ടൻ പറഞ്ഞ പോലെ.